ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബീഫ് കൈവശം വെച്ചതിന് മധ്യപ്രദേശിലെ ബി സർക്കാർ മുസ്ലിങ്ങളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് തുടരുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 2 വീടുകളാണ് ഇത്തരത്തിൽ തകർത്തത്. മൊരിന ജില്ലയിൽ നിന്നുള്ള അസ്ഗർ, റിതുവ എന്നിവരുടെ വീടുകളാണ് ജില്ലാ ഭരണകൂടം പുതിയതായി പൊളിച്ചിട്ടുള്ളത്. നൂറാബാദ് ഗ്രാമത്തിലെ ബംഗാളി കോളനിയിൽ നിന്നുള്ള ഇവരുടെ വീടുകൾ ബുൾഡോസറുകൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ബീഫ് കൈവശം വെച്ചതിന് നേരത്തെ 2 പേർക്കുമെതിരെ കടുത്ത വകുപ്പുകളുള്ള ദേശസുരക്ഷാ നിയമം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. പശുവിനെ അറുത്തതായുള്ള ബജറംഗ് ദളിന്റെ പരാതിയിലാണ് പോലീസ് ഇവർക്കെതിരെ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 2 യുവാക്കളെ കൂടാതെ ബീഫ് സൂക്ഷിച്ച വീട്ടിലെ 2 സ്ത്രീകളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് അക്രമാസക്തരായിട്ടുള്ള ഹിന്ദുത്വ ആൾക്കൂട്ടം റോഡിലിറങ്ങുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഗോഹത്യ തടയൽ നിയമപ്രകാരം ആകെ 9 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിൽ ഗോത്രവർഗ മേഖലയായ മണ്ഡലയിൽ 11 വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇത്തരത്തിൽ തകർത്തിരുന്നു. തകർക്കപ്പെട്ട വീടുകളെല്ലാം മുസ്ലിങ്ങളുടേതായിരുന്നു എന്നുള്ളതാണ് ഇതിലെ വസ്തുത. ഇവരുടെ വീടുകളിൽ ബീഫ് കണ്ടെത്തിയതായും നിയമവിരുദ്ധ സ്ഥലത്ത് നിർമ്മിച്ചതിനാലാണ് വീടുകൾ തകർത്തതെന്നും ജില്ലാ ഭരണകൂടം പറയുകയാണ്. അതാണ് അവരുടെ വിശദീകരണം ഈ വിഷയത്തിൽ. മണ്ഡലയിലെ നൈൻപുരിൽ ബൈൻവാഹി പ്രദേശത്ത് നിരവധി പശുക്കളെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇവിടെ അനധികൃത ബീഫ് വ്യാപാരം നടക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ബീഫ് പിടിച്ചെടുത്തതെന്നും SP രജത് സക്ലേച്ച പറഞ്ഞു. തകർക്കപ്പെട്ട വീടുകളുടെ മുറ്റത്ത് 150 പശുക്കളെ കെട്ടിയിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. വീടുകൾ പരിശോധിച്ചപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മാംസവും പിടിച്ചെടുത്തു. മൃഗക്കൊഴുപ്പ്, കന്നുകാലികളുടെ തൊലി, എല്ലുകൾ എന്നിവയും ഇതോടൊപ്പം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത മാംസം പശുവിൻ്റേതാണെന്ന് ഇതുവരെ എന്നാൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഇവരുടെ വീടുകൾ തകർക്കപ്പെടുന്നത്. 11 വീട്ടുടമസ്ഥരുടെയും പേരിൽ ഗോവധ നിരോധനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോവധ നിരോധനം നിലവിലുള്ള മധ്യപ്രദേശിൽ പശുക്കളെ കശാപ്പ് ചെയ്യുന്നത് 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. 150 പശുക്കളെയും കന്നുകാലി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കുറ്റാരോപിതരായവരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾ പൊളിച്ചു നീക്കുന്നതിൽ ഈ അടുത്താണ് മധ്യപ്രദേശ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി മധ്യപ്രദേശിലെ ഉജ്ജയിൻ തകർക്കപ്പെട്ട വീട്ടുടമസ്ഥർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമാന നിലപാട് BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ ഹൈക്കോടതിയും സ്വീകരിക്കുകയുണ്ടായി. ഇത് നിലനിൽക്കെയാണ് കുറ്റാരോപിതരുടെ വീടുകൾ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും തകർക്കുന്നത്. 2020 മുതൽ 2022 വരെ ഈ ഒരു കാലയളവിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് 350ഓളം വീടുകളാണ് ഇതുവരെ പൊളിച്ചിട്ടുള്ളത്.